സംഖ്യാപുസ്തകം 11 അധ്യായം 31 അനന്തരം യഹോവ അയച്ച ഒരു കാറ്റ് ഊതി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്നു. മരുഭൂമിയിൽ സഞ്ചരിച്ച ഇസ്രായേൽ ജനം ഇറച്ചി തിന്നാൻ കൊതിച്ചപ്പോൾ ദൈവം അവർക്കായി ഭക്ഷിപ്പാൻ കാടപ്പക്ഷികളെ നൽകിയതാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ദൈവത്തിന് പ്രകൃതി ശക്തികളുടെ മേൽ സമ്പൂർണ്ണ അധികാരം ഉണ്ട്. ബൈബിളിൽ പലതവണ ദൈവം കാറ്റടിപ്പിച്ചതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉൽപ്പത്തി 8:1 നോഹയെ ഓർത്ത് പെട്ടകമുറപ്പിക്കാൻ വേണ്ടി കാറ്റടിപ്പിച്ചെന്ന് എഴുതിയിരിക്കുന്നു. പുറപ്പാട് 14:21 ചെങ്കടലിനെ വിഭാഗിക്കാൻ കാറ്റടിപ്പിച്ചു. യോനായുടെ അനുസരണക്കേടിൽ നിന്ന് തന്നെ തിരികെ എത്തിക്കാൻ ദൈവം കൊടുങ്കാറ്റടിപ്പിച്ചത് നാം വായിക്കുന്നുണ്ട്. യേശുവും ശിഷ്യന്മാരും സഞ്ചരിച്ച പടകിന് നേരെ ആഞ്ഞടിച്ച കാറ്റിനെ കർത്താവ് ശാസിച്ച് ശാന്തമാക്കിയതും കാണാം. ഭൂമിമേൽ കാറ്റ് വീശാതെ വണ്ണം അതിനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന 4 ദൂതന്മാരെ കുറിച്ച് വെളിപ്പാട് 7:1 വായിക്കുന്നു. നമുക്ക് നന്മ നൽകാനും വഴി തുറന്ന് മുന്നോട്ട് നയിക്കാനും നമ്മെ ഉറപ്പിക്കാനും മാനസാന്തരത്തിലേക്ക് നയിക്കാനും പ്രതികൂലത്തിൽ നിന്ന് വിടുവിക്കാനും ഒക്കെ ദൈവം പ്രകൃതി ശക്തികളെ ഉപയോഗിക്കുന്നവനാണ്. പാപം നിറഞ്ഞ ഭൂമിയെ ശിക്ഷിക്കാൻ കാറ്റടിപ്പിക്കാനും കാറ്റിനെ നിശ്ചലമാക്കാനും ദൈവത്തിന് കഴിയും. നാം അറിയാത്ത ഇടങ്ങളിൽ നമുക്കായുള്ള നന്മ ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. ഇസ്രായേൽ ജനത്തിനായി കാറ്റടിപ്പിച്ച് കാടയെ കൊണ്ടുവന്നതുപോലെ നമുക്കായുള്ള നന്മകൾ അവിടുന്ന് തക്ക സമയത്ത് ജീവിതത്തിലെത്തിക്കും. ഇതുവരെ അത് കണ്ടില്ലെന്നോർത്ത് നാം വിഷമിക്കുകയോ ദൈവത്തെ സംശയിക്കുകയോ പിറുപിറുക്കുകയോ ചെയ്യരുത്. വിശ്വാസത്തോടെ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കാം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം തക്ക സമയത്ത് ഉത്തരമരുളും. ദൈവം നമ്മെ നിരന്തരം അനുഗ്രഹിക്കട്ടെ.